നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്നും മറ്റൊരു അനുഭവ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കഥ പറഞ്ഞത് ഗുരു ഗോപാൽ ദാസ് ഗൗർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു കഥയാണ്. അത് വലിയൊരു വീഡിയോ ആണ്. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അത് ഇംഗ്ലീഷിലാണ് ആ പ്രഭാഷണം ഉള്ളത്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ശരിക്കുമുള്ള എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ്, തന്മയീഭാവം, നർമ്മം എല്ലാം അദ്ദേഹം അതിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനത് ഈ കഥ മാത്രം പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ബോംബെയിലുള്ള ഇസ്കോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈപ്പിള് കാണാൻ വരികയാണ്. കാണാൻ വന്നതിന് ശേഷം അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ പുതിയൊരു കാറ് വാങ്ങി, അത് അങ്ങ് അതിനുള്ള പൂജകൾ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ശരി എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. ഇദ്ദേഹം കാണുന്നത് ഒരു പുതിയ ഫെരാറി കാറാണ്. യെല്ലോ കളറിലുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫെരാറി കാറ്. ഒരു 5-6 കോടി രൂപയെങ്കിലും വിലയുള്ള ഒരു കാറാണ്. അത് കണ്ട് ഒരു നിമിഷം ഇദ്ദേഹം തന്നെ എന്നുള്ളൊരു ഫീലിങ്ങിലാണ് ചെല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂജകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇതിലാദ്യമായിട്ട് കയറുന്ന വ്യക്തി അങ്ങായിക്കൊള്ളട്ടെ, പ്ലീസ് ഇതിൽ കയറാൻ പറയുകയാണ്. അങ്ങനെ ഗുരു ഗോപാൽ ദാസ് കാറിൽ പാസഞ്ചർ സീറ്റിലിരിക്കുകയാണ്. അപ്പം അത് ഡ്രൈവർ സീറ്റിലുള്ളത് ശരിക്കുള്ള യഥാർത്ഥത്തിൽ ഓണറാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് അവർ ആ മുംബൈ സിറ്റിയിൽ കൂടെ കാറ് ഓടിച്ച് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ കാറ് ഒരു ട്രാഫിക് ലൈറ്റിൽ ഇങ്ങനെ നിർത്തുമ്പോൾ ഫെരാറി കാറ് ഏത് ട്രാഫിക്കിൽ പോയാലും ചുറ്റുപാടുള്ള ആൾക്കാരുടെ ആ എക്സ്പ്രഷൻ, എവ്രിബഡി എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ കണ്ണ് മിഴിച്ച് നോക്കുകയാണ് ആകാംക്ഷയോടെ. അത് കണ്ട് എല്ലാവരുടെയും കണ്ണിങ്ങനെ വലുതായിട്ട്, അത്രയും സുന്ദരമായ ഒരു കാറ്, അതിൻ്റെ സൗണ്ട് തന്നെ എന്നുള്ള സൗണ്ട് തന്നെ കേൾക്കാൻ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പം ഇത് കണ്ട് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ്. അപ്പോൾ ബൈക്കിൽ പോകുന്ന ഒരാൾ കാറ് കണ്ടിങ്ങനെ കണ്ണ് പിടിച്ച് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലിരിക്കുന്ന ഇതിൻ്റെ ഓണറെ കാണാൻ വേണ്ടിയിട്ട് പാസഞ്ചർ സീറ്റിലേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ ഒരു സന്യാസി ഇരിക്കുന്നു. അപ്പോൾ അയാളുടെ കണ്ണ് ശരിക്കും മിഴിച്ചു പോവുകയാണ്. അന്നേരം ഗുരു ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് എൻ്റെ അല്ല, ഇത് അയാളുടെ ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കാണുന്ന ആൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. സന്യാസിമാർക്ക് ഫെരാറി കാറിലൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തോന്നൽ ആ യാത്രക്കാരന് തോന്നുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ഈ കാറ് ഓടിച്ച് മുമ്പോട്ട് പോയി ആളൊഴിഞ്ഞൊരു സ്ഥലത്ത്, മുംബൈ പൂനെ ആ ഹൈവേ സ്ട്രെച്ചിലേക്ക് കയറുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് ഇദ്ദേഹം പെട്ടെന്ന് ഓണർ വണ്ടി നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇയാളെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. എന്താണ് ഇങ്ങനെ കരയുന്നത്, എന്ത് പറ്റിയെന്ന് ഗുരു ഗോപാൽദാസ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നില്ല, പൊട്ടിക്കരയാണ്, കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, എന്താണെങ്കിലും പറയൂ, നമുക്ക് ഒരു മാർഗ്ഗം ഉണ്ടാക്കാം, എന്താണ് നിങ്ങളുടെ വിഷമം എന്ന് ചോദിക്കുകയാണ്. അന്നേരം അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ, അവൾ നാളെ മുതൽ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അവൾ എന്നെ ഡൈവോഴ്സ് ചെയ്തു, എൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു, അവൾ എന്നെ വിട്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പൊട്ടി കരയുകയാണ്. ഇത് കണ്ട് ഗോപാൽദാസ് ആലോചിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, this person is so poor that he does not have anything other than money. എന്ന് പറഞ്ഞാൽ അയാൾ അത്രയ്ക്കും ദരിദ്രനാണ്, അയാളുടെ അടുത്ത് പണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഗുരു പറയുകയാണ്. ഓർത്തു നോക്കൂ, നമ്മുടെ അടുത്ത് എത്ര പണം ഉണ്ടായിട്ടും എത്ര സമ്പത്തുണ്ടായിട്ടും അതിനൊന്നും വിലയില്ലാത്തൊരു കാലം കൂടി ഉണ്ടാകും. പണം വളരെ അത്യാവശ്യമാണ്. പണം നമുക്ക് ഒരുപാട് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പണമില്ലാതെ പറ്റില്ല. പക്ഷേ പണത്തിൻ്റെ കൂടെ നമുക്ക് മറ്റ് പല കാര്യങ്ങളും ഉണ്ടെങ്കിലേ അത് ആസ്വദിക്കാനും കഴിയും. അവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മതവിശ്വാസമല്ല. സ്പിരിച്വാലിറ്റി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. പക്ഷേ നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് മാത്രം അല്ല കാണേണ്ടത്, നമുക്ക് മറ്റ് പല കടമകളും ഉണ്ടാകും.
ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയോട് ചില കടമകൾ അദ്ദേഹത്തിനുണ്ടാകും. അച്ഛനാണെങ്കിലും മക്കളോടുള്ള കടമകൾ. നമ്മളൊരു ബിസിനസ് ഓണറാണെങ്കിൽ ആ ബിസിനസ്സിനോടുള്ള കടമ, അല്ലെങ്കിൽ നമ്മളൊരു കർഷകനാണെങ്കിൽ ഞാൻ കൃഷി ചെയ്യുന്ന കൃഷി ഇനങ്ങളോടുള്ള കടമ, ഇങ്ങനെ പല കാര്യങ്ങൾ അതിലുണ്ട്. അത് പലപ്പോഴും നമ്മളെല്ലാം മറന്നു പോകാറുണ്ട്. അവിടെയാണ് ഈ കഥയുടെ പ്രസക്തി. പണം മാത്രം നമുക്കെല്ലാം നൽകില്ല. പണം മാത്രം നമ്മളുടെ ഫോക്കസ് ആകുമ്പോൾ നമ്മൾ ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണെന്ന് മറ്റുള്ള കാര്യങ്ങളിൽ. ഈ കഥയിൽ പറഞ്ഞ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പണം മാത്രമുള്ള ഒരു ദരിദ്രനായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ കടമകളിൽ കൂടുതൽ ബോധവാന്മാരായാൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ദാരിദ്ര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.